ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള ന്യൂസാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിലെ 23 ആപ്ലിക്കേഷനുകളിൽ മാൽവെയർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ ഒരു ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ഒരു മാൽവെയർ എന്ന് പറയുന്നത് PhoneSpy എന്ന് പറയുന്നൊരു മാൽവെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ 23 ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അഥവാ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയെന്ന് വിചാരിക്കുക, ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റണ്ണായി, അല്ലെങ്കിൽ ഈ ഒരു മാൽവെയർ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റണ്ണായ ശേഷം നിങ്ങളുടെ ഫോൺ റിമോട്ടിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കും. അതുപോലെ നിങ്ങളുടെ എല്ലാ ഡേറ്റാസും ഇവർ കളക്ട് ചെയ്യും. അതായത് നിങ്ങളുടെ ഇമേജസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കോൺടാക്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ വീഡിയോസ് ആയിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യുന്നോ അതെല്ലാം ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു വൈറസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ ഈ ഒരു 23 ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് ഈ ഒരു ന്യൂസിലൂടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ ക്രോമിൽ നിന്നോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തുടർന്ന് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാണ്ട് ഒരു സമയത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു വൺ ടൈം പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ എവിടെ നിന്നായാലും ഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അടുത്തായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് ആൻഡ്രോയിഡ് 12 Go എഡിഷൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആപ്ലിക്കേഷനുകൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വർദ്ധിക്കും. അതായത് 30% അത് കൂടും എന്നുള്ളതാണ് ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിലൂടെ ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ, അല്ലെങ്കിൽ 30% ഈ ഒരു ലോഞ്ചിങ് സ്പീഡ് കൂടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ സ്മൂത്തായുള്ള ആനിമേഷനും കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റിലൂടെ വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആൻഡ്രോയിഡിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 12 Go എഡിഷൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ടും വരാൻ പോകുന്നത് ലോ എൻഡ് സ്മാർട്ട് ഫോണുകളിലായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 2022 തന്നെ ഈ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ലോ എൻഡ് സ്മാർട്ട് ഫോണിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് BSNL സൈഡിൽ നിന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സിമ്മാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സിമ്മ് നിങ്ങൾ BSNL പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 5 GB ഡാറ്റ ലഭിക്കും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്യാമെന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ നെറ്റ്വർക്ക് ഏതാണോ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളൂ. ചെറിയൊരു ന്യൂസ് ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ബജാജിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് അവരുടെ ഏറ്റവും പുതിയ ബജാജ് ചേതക്ക് EV എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2022 തന്നെ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. അപ്പം പുതിയൊരു ചേതക്ക് നമുക്ക് ബജാജിൻ്റെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഐക്യൂൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പം ഐക്യു അവരുടെ 9 സീരീസ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ച് സ്പെക്കും കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ പ്രൊസസ്സറായുള്ള 8ൻ്റെ ഫസ്റ്റ് ജെൻ പ്രൊസസ്സറായിരിക്കും വരുന്നത്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു ലോഞ്ച് നമുക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ട്വിറ്ററിൻ്റെ സൈഡിൽ നിന്നാണ്. അവരുടെ പുതിയൊരു അപ്ഡേറ്റ് ട്വിറ്ററിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ പഴയ രീതിയിലുള്ള ട്വീറ്റിംഗ് ഓപ്ഷൻ മാറ്റിയിട്ട്, അതായത് ടിക്ടോക്ക് പോലെ ആ ഒരു ട്വീറ്റിംഗ് ഓപ്ഷൻ ട്വിറ്ററിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം മാത്രമേ നമുക്ക് ഏത് രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷമുള്ള ഒരു കാര്യം ഞാൻ വേറൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താവും ആ സമയത്തുള്ള ട്വിറ്ററിൻ്റെ അവസ്ഥ എന്ന് ആ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ലെനോവോയുടെ സൈഡിൽ നിന്നാണ്. ലെനോവോ അവരുടെ ലെനോവോ ലീജിയൻ Y90ൻ്റെ ഡിസൈൻ ഒഫീഷ്യലായി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ലോഞ്ചും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി S21 FE 5G ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
അപ്പം ജനുവരി 10-ാം തീയതി ആയിരിക്കും ഈ ഒരു ലോഞ്ചിങ് ഡേറ്റ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. എന്നാലും ജനുവരിയിൽ തന്നെ ലോഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ സൈഡിൽ നിന്നാണ്. അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റിൽ ഒരു സിംഗിൾ കോറിൽ 5.5 GHz ക്ലോക്ക് സ്പീഡ് വരും എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ലോഞ്ചിങ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോട്ടൽ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആഴ്ചയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമൊന്നുമല്ല നടന്നിരിക്കുന്നത്, കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് പോയ കാര്യങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിലേക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വരാനുള്ള വീഡിയോസായിട്ട് കണ്ടുകൊണ്ടുവന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.